ശ്ലേഷാലങ്കാരഃ നാനാർത്ഥ സംശ്രയഃ ശ്ലേഷഃ വർണ്യാവർണ്യഭയാശ്രയഃ. നാനാർത്ഥ സംശ്രയഃ ശ്ലേഷഃ വർണ്യാവർണ്യഭയാശ്രയഃ എന്ന് ലക്ഷണം. ഒരു പദത്തിനെ നാനാർത്ഥങ്ങൾ കൽപ്പിച്ച് വർണ്ണിക്കുന്നത് ശ്ലേഷാലങ്കാരം. ഈ അർത്ഥകൽപ്പന വർണ്യവസ്തുവിലോ അവർണ്യവസ്തുവിലോ വർണ്യത്തിലും അവർണ്യത്തിലും കൂടിയോ ആകാം. അങ്ങനെ പ്രകൃതശ്ലേഷം, അപ്രകൃതശ്ലേഷം, പ്രകൃതാപ്രകൃതശ്ലേഷം എന്നിങ്ങനെ ശ്ലേഷാലങ്കാരം 3 വിധത്തിലുണ്ട്. എത്ര വിധത്തിലുണ്ട്? 3 വിധത്തിലെ. ഏതൊക്കെയാണത്? പ്രകൃതശ്ലേഷം, അപ്രകൃതശ്ലേഷം, പ്രകൃതാപ്രകൃതശ്ലേഷം. ഒന്നാമത്തെയാണ് പ്രകൃതശ്ലേഷസ്യ ഉദാഹരണം. ഒന്നാമത്തെ എന്താണ്? പ്രകൃതശ്ലേഷം. അതിനുള്ള ഉദാഹരണം എന്താണ്? സർവതോ മാധവ പായാത് സ യോഗം ഗാമദീതരത്. എന്താണ്? സർവതോ മാധവ പായാത് സ യോഗം ഗാമദീതരത്. സർവതഃ, സർവതോ സർവതഃ മാധവ യഃ അകം ഗാം അദീതരത്. യാതൊരാളാണോ പർവ്വതത്തെയും ഭൂമിയെയും ധരിച്ച് എല്ലാ അഭീഷ്ടങ്ങളും നൽകുകയും ചെയ്യുന്നത് മായയുടെ, അതായത് ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ മാധവൻ, അതായത് വിഷ്ണു ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ. യാതൊരാളാണോ പർവ്വതത്തെയും ഭൂമിയെയും ധരിച്ച് എല്ലാ അഭീഷ്ടങ്ങളും നൽകുന്നത് മായയുടെ, അതായത് ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ മാധവൻ നമ്മളെ രക്ഷിക്കട്ടെ. മായ ലക്ഷ്മി ദേവി. ദവഹ പതി. ദവഹ എന്ന് പറയുന്നത് എന്താണ്? പതി. ദവഹ പതി. സർവദാ ഉമാദവഹ, സർവദാ ഉമാദവഹ യഹ ഗംഗാം അദീതരത്. യാതൊരാൾ ഗംഗയെ ധരിച്ചുവോ ആ ഉമാപതി ശിവൻ നമ്മെ രക്ഷിക്കട്ടെ. ഉമാദവഹ ശിവൻ നമ്മെ രക്ഷിക്കട്ടെ. ഉമാ പാർവതി. ദവഹ പതി. ഇവിടെ കവി വിഷ്ണുസ്തുതിയും ശിവസ്തുതിയും പ്രസ്തുതമായി തന്നെ വർണ്ണിക്കുന്നു. കൂടാതെ പ്രകൃതപദങ്ങളിലാണ് നാനാർത്ഥ കൽപ്പന വർണ്ണിച്ചിരിക്കുന്നത്. അതിനാൽ പ്രകൃതശ്ലേഷം. ഇവിടെ എന്താണ്? കവി വിഷ്ണുസ്തുതിയും ശിവസ്തുതിയും പ്രസ്തുതമായി തന്നെ വർണ്ണിക്കുന്നു. കൂടാതെ പ്രകൃതപദങ്ങളിലാണ് നാനാർത്ഥ കൽപ്പന വർണ്ണിച്ചിരിക്കുന്നത്. അതിനാൽ പ്രകൃതശ്ലേഷം. അടുത്തത് രണ്ടാമത്തെയാണ് അപ്രകൃതശ്ലേഷം. അപ്രകൃതശ്ലേഷസ്യ ഉദാഹരണം അബ്ജേന ത്വന്മുഖം തുല്യം ഹരിണാഹിതശക്തിന. അബ്ജേന ത്വന്മുഖം തുല്യം ഹരിണാഹിതശക്തിന. ഹരിണാഹിതശക്തിന അബ്ജേന തുല്യം ത്വന്മുഖം. ഇവിടെ അബ്ജ എന്ന പദത്തിന് താമരപ്പൂവെന്നും ചന്ദ്രനെന്നും 2 അർത്ഥമുണ്ട്. ഹരിണ ശബ്ദത്തിന് സൂര്യനെന്നും മാൻ എന്നും അർത്ഥമുണ്ട്. ഇങ്ങനെ സൂര്യസമ്പർക്കമേറ്റ താമരപ്പൂവിന് തുല്യമാണ് നിന്റെ മുഖമെന്നും മാനിൻ്റെ അടയാളത്തോടു കൂടിയ ചന്ദ്രനോട് തുല്യമാണ് നിന്റെ മുഖമെന്നും 2 അർത്ഥം കിട്ടുന്നു. നായികാമുഖം പ്രകൃതം. ഇവിടെ നാനാർത്ഥങ്ങൾ വന്നിരിക്കുന്ന ശബ്ദങ്ങൾ അപ്രകൃതമായതിനാൽ അപ്രകൃതശ്ലേഷഃ. മൂന്നാമത്തെയാണ് പ്രകൃതാപ്രകൃതശ്ലേഷസ്യ ഉദാഹരണം. മൂന്നാമത്തെ അലങ്കാരമാണ് പ്രകൃതാപ്രകൃതശ്ലേഷം. അതിനുള്ള ഉദാഹരണം എന്താണ്? ഉച്ചരത് ഭൂമികീലാലഹ ശുശുഭേ വാഹിനീപതി. ഉച്ചരത് ഭൂരി കീലാലഹ വാഹിനീപതി ശുശുഭേ. ഇവിടെ കീലാല എന്ന പദത്തിന് രക്തമെന്നും ജലമെന്നും അർത്ഥമുണ്ട്. കീലാല എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? രക്തം, ജലം. വാഹിനീപതി എന്ന പദത്തിന് സേനാപതി എന്നും സമുദ്രം എന്നും അർത്ഥങ്ങളുണ്ട്. ധാരാളം രക്തം ഒഴുകുന്ന സേനാപതി ശോഭിച്ചു എന്നും ധാരാളം ജലം മേലോട്ട് ഉയർന്നു പൊങ്ങുന്ന സമുദ്രം ശോഭിച്ചും എന്നും 2 അർത്ഥങ്ങൾ കിട്ടുന്നു. ഇവിടെ സേനാപതിയെ സമുദ്രത്തോട് താരതമ്യപ്പെടുത്തി പറയുകയാണ്. അതിനാൽ സേനാപതി പ്രകൃതവും സമുദ്രം അപ്രകൃതവുമാണ്. നാനാർത്ഥം പ്രയോഗിക്കുമ്പോൾ ഒരർത്ഥം പ്രകൃതവും മറ്റൊരർത്ഥം അപ്രകൃതവും വന്നതിനാൽ പ്രകൃതാപ്രകൃതശ്ലേഷം. അങ്ങനെ ശ്ലേഷാലങ്കാരത്തിൻ്റെ 3 അലങ്കാരങ്ങളായ പ്രകൃതശ്ലേഷം, അപ്രകൃതശ്ലേഷം, പ്രകൃതാപ്രകൃതശ്ലേഷം എന്നിവയുടെ ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്.